ഇതെൻ്റെ രണ്ടാമത്തെ തവണയിലെ UK പോക്കാണ്. ഈ UK പോക്ക് കുറച്ച് സ്പെഷ്യലായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാൻ പോയപ്പോഴത്തേക്ക് ഇത്തവണ ഞാൻ കുറച്ച് പ്രിയപ്പെട്ട ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഇത്രയൊക്കെ മെനക്കെട്ട് ചിലവാക്കി വന്നതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചി എൻ്റെ പറഞ്ഞു, നീ ഒരു ദിവസമെങ്കിലും ഒന്ന് ആ ലണ്ടൻ ഒന്ന് പോയി കറങ്ങിയിട്ട് വായെന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ റാൻഡമായിട്ട് ഒരു ട്രെയിൻ ടിക്കറ്റൊക്കെ ചേച്ചി എനിക്ക് ബുക്ക് ചെയ്ത് തന്നായിരുന്നു. നേരെ ലണ്ടനിലോട്ടുള്ള പോക്കാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കാണാനുണ്ട്. ഞങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത മീറ്റപ്പ് ആയിരുന്നു. അങ്ങനെ കണ്ട് ഞങ്ങളുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം ലണ്ടനേക്ക് സാക്ഷിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബിഗ് ബെന്നിലോട്ടായി പോയി കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മുടെ യാത്ര ടൂലിപ്പ് ഗാർഡനിലോട്ടായിരുന്നു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ബിഗ് ബെൻ കണ്ടു, പിന്നെ ലണ്ടനെ കണ്ടു. ഇപ്പൊ ഇതാ നമ്മള് ട്യൂലിപ്പുകൾ പൂത്തു നിൽക്കുന്ന പൂന്തോട്ടത്തിൽ യാത്ര. അതെ, വെറുതെ നടന്നു പോയത് മാത്രം മിച്ചം. ആകെ 1-2 ഉണങ്ങിയ പൂക്കളാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഇനി എന്താണെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് മതി, ബാക്കി കറക്കവും നടക്കവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ബറോ മാർക്കറ്റിലേക്കാണ്. ബറോ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു വൈബാട്ടോ. നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് പോലൊക്കെ തന്നെ, പക്ഷെ ഒത്തിരി സാധനങ്ങൾ കഴിക്കാനുണ്ടായിരുന്നു. പല ടൈപ്സ് ഓഫ് പിക്കിൾസ്, ഉപ്പിലിട്ട് വെച്ചത്, അങ്ങനെ ഒരുപാട് ഒരു സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ട്രൈ ചെയ്തത് കുറച്ച് വൈറലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ആദ്യമായിട്ട് ട്രൈ ചെയ്തത് ഈ വൈറലായിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് ആണ്. കുറച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു. എവിടാണെന്ന് ഞങ്ങൾക്ക് ആ ഒരു കറക്റ്റ് സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ദ ബ്ലാക്ക് പിഗിൽ പോയിട്ട് സ്ലോ കുക്ക്ഡ് പോർക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ അമ്മേ, എന്താ ടേസ്റ്റ്! അടിപൊളിയായിരുന്നു. ഇവർ ആ ഒരു പാത്രത്തിനകത്ത് സ്ലോ കുക്ക് ചെയ്ത് നല്ല ജ്യൂസി ടെൻഡറായിട്ടുള്ള പോർക്കാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമ്മുടെ പേരൊക്കെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ച് പറഞ്ഞ് നമുക്ക് ഫുഡ് തരികയും ചെയ്യും. അതുപോലെ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ സ്റ്റെപ്പായിട്ടിരുന്ന് കഴിക്കാനുള്ളൊരു പ്രൊവിഷനും കൂടെ ഉണ്ടായി. അടിപൊളിയാണ്. ആ ഒരു വ്യൂവും കുറേ ആൾക്കാർ വന്ന് അതിൻ്റെ തന്നെ ഫോട്ടോ എടുക്കുകയും നല്ല രസം. എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് തറയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല അടിപൊളി ഫുഡും ആയിരുന്നു. മസ്റ്റ് ട്രൈ ഇൻ ബറോ മാർക്കറ്റ്. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ടവർ ബ്രിഡ്ജ്. ഈ ടവർ ബ്രിഡ്ജിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഓപ്പൺ ആകുകയും ക്ലോസ് ആകുകയും ചെയ്യുന്നു. പക്ഷേ ലാസ്റ്റ് ടൈം പോയപ്പോഴും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത്തവണ പോയപ്പോൾ ഞാൻ ഒരുപാട് നേരം അത് കുറേ ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിലെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതും കണ്ടു. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് അടുത്ത ക്രേവിങ് തുടങ്ങി, നമുക്കൊരു വാഫിൾ കഴിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അടുത്ത് നോക്കിയപ്പോൾ അവിടെ നടന്നു വരുന്ന വഴിയിൽ തന്നെ ഒരു വാഫിൾ വിത്ത് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതും കൂടെ കഴിച്ചിട്ട് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ നേരെ താഴെ പോയി ഒരുപാട് നേരം ഇരുന്നു. ഒരു 4-5 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ആ വഴി പോകുന്ന ഫ്ലൈറ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണി ഇരിക്കുമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 48-49 ഫ്ലൈറ്റ് തന്നെ നമ്മൾ എണ്ണി. അങ്ങനെ എണ്ണി സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ വൈകിട്ടായി, നമുക്ക് തിരിച്ച് പോകണം. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി വാട്ടർലൂയിലോട്ട് പോയി. എന്നിട്ട് പിന്നെ നമ്മൾ 2 ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് 2 വഴി പിരിഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.